ഹലോ, ഞാനിപ്പോൾ ഇവിടെ നമുക്ക് രാവിലത്തെ കാപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിത്തിരി ഓട്ടട ഉണ്ടാക്കാൻ പോവാം. ഞാൻ ഇലയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വേണ്ട നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇടഞ്ഞ് നോക്കിയതാ, ഒന്നും പൊടി അഴുക്കൊന്നും ഉള്ളതല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഇടയാത്തത്. അപ്പോൾ ഇത് പൊടിയിട്ട് വെച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഇലയെല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ശകലം വെളിച്ചെണ്ണ കൂടെ ഒന്ന് കൂട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നോക്കുന്നത് ഇലയിൽ ഒട്ടാതിരിക്കാനാണ്. ഇല അങ്ങോട്ട് എണ്ണ തൂത്ത് വെച്ചിട്ട് ഇലക്കകത്ത് എണ്ണയൊക്കെ തൂത്ത് ഇലക്കകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി മാവ് കുഴക്കാം. നമുക്ക് മാവ് കുഴക്കാം. ഇച്ചിരി ലൂസായിട്ട് വേണം കുഴക്കണ്ട. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ആവരുത്. അത് കയ്യെ പരത്തണ്ടായിരിക്കും, അതുകൊണ്ട് നീ പറഞ്ഞില്ല. അതിന് അത് കിടക്കണ എന്ത് ചെയ്യും? ഇത് ഈ വെള്ളയിലെ തൊടാവുള്ളത് വീഡിയോ പിടിച്ചോണ്ടിരിക്കാതെ ഇന്നത്തെ വീഡിയോ ഞാൻ എടുത്ത് ചെയ്താൽ കയറ്റാൽ മതി. ഹലോ, ഇവിടുത്തെ കിടക്കില്ലേ? പറഞ്ഞു അല്ല, മറ്റേ ബാക്കിയത്. ഇപ്പം ഞാനിതെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ തേങ്ങ കൂടെ എടുക്കാം. തേങ്ങ ഇതിനകത്ത് ഞാൻ പഞ്ചസാര ഇട്ടുണ്ട്. തേങ്ങയും പഞ്ചസാരയും കൂടെ നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം. ഏലക്ക ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഇലയിലോട്ടൊന്ന് പരത്താം. ഇപ്പം ഈ ഇലയിൽ എണ്ണ തൂത്തത് കൊണ്ട് ഇലയിൽ ഇത് ഒട്ടിപ്പിടിക്കത്തില്ല. അതായത് എണ്ണ തൂത്തത് കനം കുറച്ച് വരുത്തണം. അപ്പം നമുക്കിങ്ങനെ ഓരോന്നും പരത്തിയെടുക്കാം. തേങ്ങയും പഞ്ചസാരയും നല്ലപോലെ ഇങ്ങനെ നിറച്ച് തൂത്ത് കൊടുക്കണം. എന്നിട്ട് അതിങ്ങനെ മടക്കണം. അപ്പം അങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. അപ്പം നമ്മൾ ഇതെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ഈ തവയ്ക്കകത്തോട്ട് വെച്ച് കൊടുക്കാം. വെച്ചിട്ട് നമുക്കിപ്പം ചെയ്യേണ്ടത് ഇങ്ങനെ വെള്ളം കുടഞ്ഞു കൊടുക്കാം. ഇങ്ങനെ വെള്ളം കുടഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളത് കരിയാതെ കണ്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ഇങ്ങനെ ഒരു അടപ്പ് വെച്ചൊന്ന് മൂടി കൊടുക്കണം. അപ്പോൾ അത് അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. നമ്മളിപ്പോൾ ഈ തവയ്ക്കകത്ത് വെച്ച് കൊടുത്ത ഓട്ടട ആവിയായിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാമായിരുന്നു. അതാ തിരിച്ചിട്ട് കൊടുത്ത ഒരു ശകലം കൂടെ വെള്ളം കുടഞ്ഞു കൊടുക്കാം. അപ്പോൾ അത് ആവിയിലിങ്ങനെ വേവും. വേകുമ്പോൾ അത് കരിയത്തുമില്ല, ഇലയെ പിടിക്കത്തുമില്ല. ഒന്നുകൂടെ അത് ആവി പിടിക്കട്ടെ. കണ്ട ഇതുപോലെ കിട്ടും. കണ്ട, അപ്പോൾ അതൊന്നുകൂടെ വേഗം ഒന്നുകൂടെ വേഗം
അപ്പം നമുക്ക് വേണ്ട ഈ വശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ? ആ വശം തിരിച്ചിട്ട് കൊടുത്ത് അതൊന്നുകൂടെ വേവട്ടെ. ഒന്നുകൂടെ വേവട്ടെ. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് ആവി പുഴുങ്ങുന്ന കൂട്ട് തന്നെ ഇരിക്കും. ഇത് ഇല കരിയത്തില്ല, അതിൽ ഒട്ടിപ്പിടിക്കത്തില്ല. പിന്നെ നമ്മൾ ഇഡ്ഡലി കുട്ടത്തിൽ ആവി പുഴുങ്ങുന്ന കൂട്ട് തന്നെ ഇരിക്കും. കട്ടി കാണത്തില്ല, നല്ല മയമായിരിക്കും. അപ്പം അത് ഞാൻ കാണിക്കും. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് എടുക്കാം. അപ്പം അതിങ്ങനെ എടുത്ത് വെക്കാം. അപ്പം അത് കണ്ടിട്ടുണ്ട്. ഇനി അടുത്തതും നമുക്കങ്ങനെ വെക്കാം. അപ്പം ഞങ്ങൾക്ക് 2 പേർക്ക് മതിയല്ല. അപ്പം അതുകൊണ്ട് കുറച്ച് അപ്പം അതിന് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാനിതൊന്ന് പൊളിച്ച് കാണിക്കാം. എന്താ കണ്ട ഇലയിൽ ഒട്ടിപ്പിടിച്ചില്ല. അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തത് കൊണ്ട് ഇലയിൽ ഒട്ടിപ്പിടിച്ചില്ല. അത് കണ്ട ഇലയിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഞാൻ അടത്തി കാണിക്കാം. അപ്പോൾ ഇത് നമ്മൾ ആവി പുഴുങ്ങിയ കൂട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതും കൂടെ ഞാനൊന്ന് ഒന്ന് തിരിച്ചിടട്ടെ. ഇതും കൂടെ അപ്പോൾ ആ വശത്തും നമുക്ക് ശകലം വെള്ളം ഒന്ന് തിളച്ച് കൊടുക്കണം. അപ്പോൾ അത് ആവിയിൽ നന്നായിട്ട് വേവും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. നല്ലതാണ്. ഇല കരിയത്തുമില്ല, നല്ല മയവും കിട്ടും, ആവി പുഴുങ്ങിയ കൂട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇനി ഞങ്ങളിത് ഇതും കൂടെ 2 എണ്ണം കൂടെ ഉണ്ട്. അതുകൂടെ റെഡിയാക്കി ഇനി അടുത്ത വീഡിയോ കാണാം.